ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം മാങ്ങ അച്ചാറാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പത്തിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാങ്ങ അച്ചാർ ഉണ്ടാക്കണമെന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാൻ മാങ്ങ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയിട്ട് ഞാനൊരു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ആദ്യം ഒന്ന് കഴുകിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായി കൈകൊണ്ട് നന്നായി തിരിഞ്ഞ് യോജിപ്പിച്ചെടുക്കണം. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇത് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങയിൽ തന്നെ വെള്ളം ഇങ്ങനെ ഊറി വരും. അപ്പോൾ ഇത് നമ്മൾ 1 മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യണം. ഇത് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നോക്കിയാൽ നല്ല വെള്ളമൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഇനി നമുക്കിതൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് നന്നായി ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞങ്ങളിവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഉള്ളവർക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടം, അപ്പം അതാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അതനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടുക് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിന്ന് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി നന്നാക്കിയത്, അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി നന്നാക്കിയത്, പിന്നെ 2 കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതിപ്പോൾ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അച്ചാർ തന്നെയാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെയും അതേപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി അച്ചാർ തന്നെയാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.